ഈ പോയിട്ടിൻ ആൽഫ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ CKD ഉള്ള പേഷ്യൻറ്റ്, ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻറ്റിന് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അതിൻ്റെ മെക്കാനിസം ഒന്ന് നോക്കാം. മനസ്സിലാക്കുക, ഈ പോയിട്ടിൻ ആൽഫ എന്ന് പറയുന്നത് എറിത്രോപോയിറ്റിൻ ഹോർമോണിൻ്റെ ഒരു സിന്തറ്റിക് ഫോമാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കുന്ന ഒരു ചെറിയ സ്റ്റോറി പറയേണ്ടി വരും. നമ്മുടെ കിഡ്നിയാണിത് സെക്രീറ്റ് ചെയ്യുന്നത്. കിഡ്നിയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ റീനൽ കോർട്ടെക്സ്, അതിൽ തന്നെ പെരിട്യൂബുലാർ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്ന് പറഞ്ഞ സെൽസാണിത് സെക്രീറ്റ് ചെയ്യുന്നത്. ഏത്? ഈ എറിത്രോപോയിറ്റിൻ. ഈ എറിത്രോപോയിറ്റിൻ വേണം RBCയുടെ പ്രൊഡക്ഷൻ. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കഥയും കൂടെ ചേർക്കേണ്ടി വരും. കിഡ്നിയാണ് നമുക്കറിയാം നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ ഒരു 20-25% ബ്ലഡ് റിസീവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കിഡ്നിയിലോട്ട് ബ്ലഡ് സപ്ലൈ കുറഞ്ഞാൽ, കിഡ്നിയിൽ ഹൈപ്പോക്സി ഉണ്ടായാൽ, ഓക്സിജൻ കുറഞ്ഞാൽ കിഡ്നി എറിത്രോപോയിറ്റിനെ സെക്രീറ്റ് ചെയ്ത് കൊടുക്കും. ഈ എറിത്രോപോയിറ്റിൻ പോയിട്ട് റെഡ് ബോൺ മാരയിൽ പോയിട്ട് പ്ലൂരിപൊട്ടൻറ്റ് സ്റ്റെം സെൽസിൽ നിന്ന് RBC ഉണ്ടാകുന്ന പ്രോസസ്സ്, പ്രോ എറിത്രോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ്, അങ്ങനെ എന്താ പറയുന്നത്, മെച്ചൂർഡ് RBC ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് RBC ഉൽപ്പാദിപ്പിക്കും. മനസ്സിലായി? അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ RBCയും ഹീമോഗ്ലോബിനും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ നമ്മുടെ കിഡ്നിയിലോട്ട് കിട്ടാൻ തുടങ്ങുമ്പോൾ ഈ ടിഷ്യൂ ഹൈപ്പോക്സിയ റിവേഴ്സ് ചെയ്യപ്പെടുമ്പോൾ എറിത്രോപോയിറ്റിന്റെ ഉൽപ്പാദനം നിർത്തുകയും ചെയ്യും കിഡ്നി. മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന എറിത്രോപോയിറ്റിന്റെ സഹായത്തോടെയാണ് RBCയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ എറിത്രോപോയിറ്റിന്റെ അളവ് കുറയും, RBCയുടെ പ്രൊഡക്ഷൻ കുറയും, അങ്ങനെ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക, CKDയിൽ അനീമിയയുടെ റിസ്ക് ഉണ്ട്. കാരണം ഇതാണ്, എറിത്രോപോയിറ്റിന്റെ കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എറിത്രോപോയിറ്റിൻ സിന്തറ്റിക് ഫോമിൽ എറിത്രോപോയിറ്റിൻ ആൽഫയായിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അതാണ് ഇതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. പിന്നെ 1-2 പോയിന്റ് കൂടെ. എറിത്രോപോയിറ്റിൻ കൊടുത്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഈ പോയിറ്റിൻ ആൽഫ കൊടുത്താൽ മാത്രം പോരാ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള അയൺ സ്റ്റോർസ് ഉണ്ടാകണം RBC ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ഒരു കോമൺ സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പർ ടെൻഷൻ, BP കൂടാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ RBCയുടെ ഉത്പാദനം കൂടുമ്പോൾ ബ്ലഡ് തിക്നെസ് കൂടും. പിന്നെ അതുപോലെ തന്നെ ഇതിന് വാസോ കൺസ്ട്രിക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ഹൈപ്പർ ടെൻഷൻ ഇതിന്റെ ഒരു കോമൺ സൈഡ് എഫക്റ്റ് ആണ്. നഴ്സിംഗ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടുള്ളൂ, ഉപകാരപ്പെടും. അതുപോലെ തന്നെ DHA, HAD, MOH, പ്രോമെട്രിക്, NCLEX ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസ്സസും ഒക്കെ നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഈ ഇത്തരം റീൽസും, സ്പെഷ്യൽ റീൽസും, പിന്നെ അതുപോലെ തന്നെ ലെങ്തി വീഡിയോസും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് മെമ്പേഴ്സ് ഉള്ളി ഓപ്ഷൻസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം.